ഹലോ നമസ്കാരം, ഐ ആം മുസ്തഫ ഫ്രം ഫിറ്റാക്ട് ഐ ടി ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ ക്യാൻവയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ആപ്പ്, അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റാണ് ക്യാൻവ എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട്, വളരെ ഫാസ്റ്റായിട്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഏത് ടൈപ്പ് ഡിസൈനും പ്രൊഫഷണലായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളത് പഠിക്കുകയാണ്. നമുക്കൊരു ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ് ഡിസൈൻ ചെയ്യുന്നത്? ഡോക്യുമെൻ്റ് ആണോ, വൈറ്റ് ബോർഡ് ആണോ, പ്രസൻറ്റേഷൻ ആണോ, സോഷ്യൽ മീഡിയ ആണോ, വീഡിയോ ആണോ, പ്രിൻ്റബിൾ ആണോ, വെബ്സൈറ്റ് ആണോ, കണ്ടൻ്റ് ആണോ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയക്കാണ് നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ മീഡിയക്കുള്ള ഒരു പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് സോഷ്യൽ മീഡിയ സെലക്ട് ചെയ്യുന്നു. ആ സോഷ്യൽ മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, ഇതേ രീതിയിൽ സോഷ്യൽ മീഡിയ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ആവശ്യമുള്ള കുറേ പോസ്റ്ററുകൾ ഇവിടെ റെഡിമെയ്ഡ് ഉണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണോ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റിൻ്റെ സൈസിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ, അതുപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആണോ, ഇതൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ അത് ഡിസൈൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആ വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ എന്ത് ചെയ്യേണ്ടുള്ളൂ? ഇവിടെ നമ്മൾ ഇത് മാറ്റി അല്ലേ, ഇവിടെ ഓരോന്നും ഓരോരോ ലെയറുകളായിട്ട് വ്യത്യസ്ത എലമെൻറ്റുകളായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പിക്ചറാണ് കേട്ടോ, ഇതൊരു പിക്ചറാണ്. ഇവിടെ ടെക്സ്റ്റ് ഉണ്ട്. ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ടെക്സ്റ്റാണ്. ഇത് മറ്റൊരു ടെക്സ്റ്റാണ്. ഇവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ഇമേജ് ഉണ്ട്. അതുപോലെ ഇതൊരു ടെക്സ്റ്റാണ്, ഇതൊരു ടെക്സ്റ്റാണ്. ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, അടിയിൽ ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഇമേജുകളൊക്കെ ആവശ്യമായ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഡിസൈന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഇതല്ല വേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു കമ്പനി അല്ലെങ്കിൽ നമ്മളെ കമ്പനീൻ്റെ പേരാണ് വേണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ മൗസ് ഉപയോഗിച്ച് ജസ്റ്റ് ഏതാണ് വേണ്ടത്, ഇപ്പോൾ ഇതാണല്ലോ, ഇത് ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് കംപ്ലീറ്റ് സെലക്ട് ആകും. അതിനുശേഷം ഇവിടെ നമുക്ക് ഫിറ്റാക്ട് ലേണിംഗ് ആപ്പ് എന്ന് കൊടുത്തു. അപ്പോൾ ലേണിംഗ് ആപ്പ് എന്ന് കൊടുത്തപ്പോൾ അടുത്ത ലൈനിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബോക്സ് കുറച്ച് ചെറുതാണ്. അപ്പോൾ അതൊന്ന് വലുപ്പം കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ അവിടെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആരോ ഇതേ രീതിയിൽ ഡബിൾ ഹെഡഡ് ആരോയി മാറി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ വലുതായപ്പോൾ അത് ഒറ്റ ലൈനിലേക്ക് വന്നു. ചെറുതാവുകയാണെങ്കിൽ അത് 2 ലൈന് 3 ലൈനായിട്ട് മാറും കേട്ടോ. അപ്പോൾ ടെക്സ്റ്റുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഒരു ബോക്സാണ് വരക്കുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആയി നിന്നോളും. ഇനി ഇത് കുറച്ച് മൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിൽ ഓരോ ഒബ്ജക്റ്റുകളാണ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നീക്കി വെക്കാം കേട്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നീക്കി വെക്കുമ്പോൾ അത് കുറച്ച് നീങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമായ രീതിയിൽ ഇതിനെ എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് മറ്റൊരു ഇമേജാണ്. അപ്പോൾ ഇതിലുള്ള ഓരോന്നും ഓരോരോ ഇമേജുകൾ, ഓരോരോ എലമെൻറ്റുകൾ എന്നാണ് പറയാം. അപ്പോൾ ആ എലമെൻറ്റുകൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്തു 9388001888. ഇവിടെ മെയിൽ ID നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അത്രയും ഭാഗം സെലക്റ്റായി. ഇനി നമ്മളവിടെ മാറ്റുന്നു. ഇത് മാറ്റി നമ്മൾ അതിൻ്റെ താഴെയുള്ളത് കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. നമുക്കതിൻ്റെ താഴെ ഭാഗം, അതായത് സെലക്ട് ചെയ്യുന്ന അത്രയും ഭാഗത്താണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ആവുന്നത്. ഇനിയിപ്പോൾ ഈ ടെക്സ്റ്റ് നമുക്ക് കുറച്ച് വലിപ്പം കൂട്ടണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഈ സൈഡിൽ ഡബിൾ ഹെഡഡ് ആരായി മാറുമ്പോൾ വലുതാക്കിയാൽ മതി. എന്താ ഇത് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഡബിൾ ഹെഡഡ് ആരായി മാറുമ്പോൾ ഇതേപോലെ വലുതാക്കിയാൽ അത് വലുതാവും കേട്ടോ. അപ്പോൾ കുറച്ച് വലുതായിട്ട് നമുക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ നമ്മളിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ആണ്. അതുപോലെ അവർ സർവീസ് നമ്മൾ എന്തൊക്കെ ചെയ്യുക, ടെക് സെയിൽസ്, ഡാറ്റ അനലിറ്റിക്സ്, അതുപോലെ മാർക്കറ്റ് റിസർച്ച്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുക.
അപ്പോൾ നമ്മളൊരു ഡിസൈന് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഔട്ട് എടുക്കണം, അതായത് പുറത്തേക്ക് നമുക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഒരു ഇമേജ് ആക്കിയിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ഷെയർ ഉണ്ട്, ഷെയറിൽ ക്ലിക്ക് ചെയ്യാം. ഷെയറിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മളോട് പല ഓപ്ഷൻസ് ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുക, പബ്ലിക് വ്യൂ ഉണ്ട്, പ്രിൻ്റ് വിത്ത് ക്യാൻവ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഷെഡ്യൂൾ ചെയ്യാനൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും എന്തായിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതായത് ഫയൽ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബെസ്റ്റ് ഇമേജായിട്ട് ലഭിക്കണമെങ്കിൽ ഇത് PNG ആയിട്ട് സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമേജ് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ സൈസ് കുറവായിരിക്കും JPG ആണെങ്കിൽ. JPG ആണെങ്കിൽ കുറച്ച് സൈസ് കുറവായിരിക്കും, അതായത് അതിൻ്റെ ഫയൽ സൈസ് കുറവായിരിക്കും. ഫയൽ സൈസ് ആകുമ്പോൾ കുറച്ച് ഡാറ്റ മതി അതെന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള. അപ്പോൾ നമുക്ക് ഏറ്റവും ക്വാളിറ്റിയിൽ കിട്ടാൻ PNG ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് JPGയിലും ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ലിമിറ്റ് ഫയൽ സൈസൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അത് അതിനനുസരിച്ച് വരും. ഇപ്പോൾ നമ്മളതൊന്നും ചെയ്യില്ല, PNG സെലക്ട് ചെയ്തു, അതിനുശേഷം ഡൗൺലോഡ് അടിച്ചു. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ, നമ്മളിവിടെ ഏറ്റവും മുകളിൽ ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ ആ പോസ്റ്റർ കാണാൻ കഴിയും. എന്താണ് ആ പോസ്റ്റർ? നമ്മളിപ്പോൾ ആ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ആ ഇമേജാണ് ഇവിടെ കാണുന്നത്. അത്ര സിമ്പിൾ. അതായത് ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാൻവൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമുക്ക് കാണാൻ മറ്റൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ, ബ്രൗസർ ക്രോം ആണെങ്കിൽ Ctrl+J അമർത്തുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത കാര്യങ്ങൾ കാണാനുള്ള ഡൗൺലോഡ് ഹിസ്റ്ററി കാണിക്കും. ബ്രൗസറിൻ്റെ ഡൗൺലോഡ് ഹിസ്റ്ററി കാണാൻ വേണ്ടി കീബോർഡ് Ctrl+J ഉപയോഗിച്ചാൽ ഇതേപോലെ കാണാൻ പറ്റും. അവിടെ ഇന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ ഇവിടെ കാണാം. ഈ ഫയലുകൾ നേരിട്ട് കാണണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ആ ഫോൾഡർ കാണണമെങ്കിൽ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഫോൾഡറിലുണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ 2 പ്രാവശ്യം അത് ഇവിടെ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ ഇത്രയും സമയം ആവശ്യമുള്ളൂ. നല്ല പ്രൊഫഷണൽ ഡിസൈന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മളെ ഇവിടെ ടാബ്, രണ്ടാമത്തെ ടാബിലാണ് ഡൗൺലോഡ് ഹിസ്റ്ററി വന്നിട്ടുള്ളത്. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഒരു വർക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് ആദ്യത്തെ ലെവലിലേക്ക്, ആദ്യത്തെ വിൻഡോയിലേക്ക് വരണം എന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഇവിടെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇനി ഇതിൽ ആദ്യത്തെ ആ ഡാഷ്ബോർഡിൻ്റെ അതിലേക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പോയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. കേട്ടോ, ഈ 3 ലൈൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു. ഡാഷ്ബോർഡിലേക്ക് വന്നപ്പോൾ ഇതൊരു ഫയൽ എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ആണ്. ഇപ്പോൾ ഇവിടെ നിന്നുണ്ടോ ഫയൽ റീസൈസ് എഡിറ്റൊക്കെ ഇവിടെ വന്നത്. ഇനി ഈ വർക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയ്ത വർക്കാണ് ക്ലോസ് ആയത്, വിൻഡോ കംപ്ലീറ്റ് അല്ല ക്ലോസ് ആയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ നമ്മൾ ചെയ്ത വർക്കുകൾ നമുക്ക് കാണണമെങ്കിൽ, ഇപ്പോൾ ഒരു വർക്ക് ചെയ്തല്ലോ, അത് നമുക്ക് വീണ്ടും കാണണമെങ്കിലോ നമ്മളിതിൽ പോയിട്ട് പ്രൊജക്ട്സ് എടുക്കുക. കേട്ടോ, ഇവിടെ ഹോമാണ്, അതിൻ്റെ താഴെ പ്രൊജക്ട്സ് ഉണ്ട്. പ്രൊജക്ട്സ് സെലക്ട് ചെയ്യുക. പ്രൊജക്റ്റ് സെലക്ട് ചെയ്താൽ നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഡിസൈൻ ചെയ്തതൊക്കെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അത് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അത് എൻലാർജ് ചെയ്ത് വലുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വർക്ക് ചെയ്യാം. ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കളറ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് അത് സെലക്ട് ചെയ്താൽ ഇവിടെ കളറുണ്ട്. കളർ നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. അത് കളർ ചേഞ്ച് ചെയ്തു. ഇനി ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളറ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ ഈ ലൈന് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇതിലുള്ള ഓരോരോ ഒബ്ജക്റ്റുകൾ ആവശ്യമായ രീതിയിൽ സെലക്ട് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിനൊക്കെ ഓരോന്നിനും നമ്മൾ ഓരോ എലമെൻറ്റുകൾ എന്നാണ് പറയാം. ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മൾ അതായത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ഇവിടെ ഉണ്ട്. ആ കളറ്
ഇവിടെ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ പാലറ്റ് ഇവിടെ വലുതായി വരും. ആ കളർ പാലറ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കളറായി. രണ്ടാമത്തെ കളർ വീണ്ടും നമ്മൾ മറ്റൊരു കളർ സെലക്ട് ചെയ്തു. അപ്പോൾ ഉണ്ടോ അതിനനുസരിച്ച് ഇവിടെ കളർ മാറിയിട്ടുണ്ട്. ഇവിടെ വലുതായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതാക്കാം. ഇങ്ങനെ നമുക്ക് ഓരോരോ എലമെൻറ്റുകൾ മാറ്റിയിട്ട് വീണ്ടും ഇപ്പോൾ ജോയിൻ നൗ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. അതിൻ്റെ കളർ ഇവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിന് എഡിറ്റ് ചെയ്യാനുള്ള ബാറ് വരും. ആ എഡിറ്റ് ചെയ്യാനുള്ള ബാറിൽ ഇവിടെ കളറുണ്ട്. കളർ സെലക്ട് ചെയ്താൽ ഇവിടെ കളർ, അപ്പോൾ ആ കളർ ഇത് ക്ലിക്ക് ചെയ്തു. കളർ സെലക്ട് ചെയ്താൽ കളർ പാലറ്റ് ഇവിടെ വന്നു. ആ കളർ പാലറ്റിൽ നിന്ന് നമുക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഏജൻസീസ് സെലക്ട് ചെയ്തു. കളർ ഇതെന്താണ്? ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് വന്നുകൊണ്ട് ഇവിടെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാൻ ഇവിടെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം. ഇങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ഔട്ട് എടുക്കാം. ഔട്ട് എടുക്കാൻ നമ്മൾ പറഞ്ഞു ഷെയർ എടുക്കുന്നു, അതിനുശേഷം ഡൗൺലോഡ് അടിക്കുന്നു. ഡൗൺലോഡിൽ ഏത് ടൈപ്പ്, അത് PNG ആണല്ലോ. നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് JPG ആയിട്ട് സേവ് ചെയ്താൽ മറ്റൊരു ഫയൽ ഫോർമാറ്റാണ് JPG. അത് PNGനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ചെറിയ ഫയലായിരിക്കും. അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. ഏറ്റവും നല്ലത് PNGയിൽ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഫയലുകളൊക്കെ ആണെങ്കിൽ അത് PNGയിൽ സേവ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ നമ്മൾ JPG ആണ് എടുത്തത്. അതിനുശേഷം ഇവിടെ നമ്മൾ ഡൗൺലോഡ് അടിക്കുന്നു. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് കാണാൻ ഡൗൺലോഡ് ചെയ്ത ഫയൽ എവിടെ ഉണ്ടാവുക? നമ്മളെ സിസ്റ്റത്തിൽ PC-യിൽ ഡൗൺലോഡ്സിലുണ്ടാവും. സാധാരണ കേസിൽ ഡൗൺലോഡ്സിലാണുള്ളത്. അല്ലെങ്കിൽ എവിടെയാണോ ഉള്ളത് അത് നോക്കാം. അപ്പോൾ ഉണ്ടോ നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് ഇതേ രീതിയിലാണ്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനും ആ ഡിസൈനിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും കഴിയും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഡൗൺലോഡ്സ് ആണ്. എല്ലാവരും ഇതേപോലെ ഡൗൺലോഡ്സിലാകാവില്ല. നമ്മൾ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇപ്പോൾ ഇവിടെ വന്നിട്ട് അതായത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഡൗൺലോഡ് ചെയ്തതിൻ്റെ ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ Ctrl+J കീബോർഡിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഡൗൺലോഡ് ഹിസ്റ്ററി കാണിക്കും. ആ ഹിസ്റ്ററിയിൽ ഇവിടെ ഫോൾഡർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ ഡൗൺലോഡ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ആയി വരും. ആ ഫോൾഡറിൽ നമ്മൾ ഫയൽ കാണാൻ പറ്റും. ഇവിടെ ക്യാൻവ ഓപ്പൺ ചെയ്യുന്നു. ഇത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫയലിൻ്റെ അല്ലെങ്കിൽ ഈ വർക്കിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് ഇതിലുള്ളത് അല്ലേ? ഈ വർക്കിൻ്റെ ഇൻ്റർഫേസ് ആണ്. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഇൻ്റർഫേസിലേക്ക് പോകണം. അതായത് ഡാഷ്ബോർഡിലേക്ക് പോകണം. ഇപ്പോൾ ഇത് ഈ വർക്ക് ചെയ്യുന്നതിനുള്ള ഡാഷ്ബോർഡാണുള്ളത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്താൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ടൂൾ ബാർ. അതുപോലെ തന്നെ നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്താൽ ആ ഇമേജ് എഡിറ്റ് ചെയ്യാനുള്ള ടൂൾ ബാർ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മാറണുണ്ടോ? ഇപ്പോൾ ഇമേജാണ് സെലക്ട് ചെയ്ത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ടൂൾ ബാറായി. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ടൂൾ ബാറായി. ഇനി നമ്മൾ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു എലമെൻറ്റ് സെലക്ട് ചെയ്താൽ അതിനനുസരിച്ചുള്ള ആ ടൂൾ ബാർ. അപ്പോൾ ആ ടൂൾ ബാറുകൾ മാറുന്നുണ്ട്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് മറ്റും, അതായത് ഇത് ഡിസൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങളിൽ ഇപ്പോൾ ഇതിൽ ഈ സാധനങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യണം. അതായത് ഇതിൻ്റെ ഇൻ്റർഫേസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് മാറാം. അതായത് ഈ വർക്ക് തന്നെ ഇങ്ങനെയല്ല, ഇതല്ല നമുക്ക് ചെയ്യേണ്ട വർക്ക്. മറ്റൊരു വർക്കാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇത് മാറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റി ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചോദിക്കും ഇത് അപ്ഗ്രേഡ് ചെയ്യണം, അതായത് ഫ്രീ വേർഷൻ അല്ല. അപ്പോൾ നമ്മളിവിടുന്ന് ചില സ്റ്റൈലുകൾ എടുക്കുമ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിക്കും. അതിന് കാരണം ഇത് നമ്മൾ ഫ്രീ വേർഷനാണ് ഉപയോഗിക്കുന്നത്. ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇതേ രീതിയിൽ ക്രൗണിൻ്റെ പടമുള്ള, അതായത് കിരീടത്തിൻ്റെ ചിത്രമുള്ള ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യണമെങ്കിൽ അത് അപ്ഗ്രേഡഡ് വേർഷനിൽ ക്യാൻവ പ്രോയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്തത് ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഇതില്ലാത്തത് ഉണ്ടാവും, അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇത് ക്ലിക്ക് ചെയ്തു, ഇത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്തപ്പോൾ നമ്മളോട് ചോദിച്ചു ആഡ് ടെംപ്ലേറ്റ്സ് ആസ് എ ന്യൂ പേജ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഇതിലൊരു പുതിയ പേജായിട്ട് ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഇപ്പോഴുള്ളത് ഒഴിവാക്കിയിട്ട് പുതിയതാക്കണോ എന്നുള്ളത്.
നമുക്ക് ഇപ്പോൾ ഉള്ള അവിടെ നിന്നോട്ടെ ഒരു പുതിയ പേജ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആഡ് ആസ് എ ന്യൂ പേജസ്. അപ്പോൾ ഇവിടെ 2 പേജാണുള്ളത്. ഇത് ഫസ്റ്റ് പേജ് ഇത്, അതിന് താഴെ 2ാമത്തെ പേജ്. അപ്പോൾ 2ാമത്തെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ നമുക്ക് ഇതേപോലെ തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോൺടാക്റ്റ് നമ്പർ മാറ്റണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആവും. അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്യുന്ന ഭാഗത്തേക്ക് ടെക്സ്റ്റുകൾ സെലക്ട് ആകും. അതിനുശേഷം നമ്മൾ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നമുക്ക് ആവശ്യമായ നമ്പറുകൾ, സാധനങ്ങൾ, ഇപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് വെക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ചെറിയൊരു ബോക്സ് ആയതുകൊണ്ട് താഴേക്ക് ടെക്സ്റ്റുകൾ വരും. നമുക്ക് നീളത്തിനാണ് വരണമെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സ് ഇതിൻ്റെ ഈ സെൻറ്ററിൽ, ഇപ്പോൾ ഇവിടെ ഈ സൈഡുകളുണ്ട്, സൈഡുകളിൽ 4 ഭാഗത്തും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഭാഗത്തുള്ള ഇതിൽ സെൻറ്റർ ഭാഗത്ത് ഡബിൾ ഹെഡഡ് ആരോയി മാറുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സിൻ്റെ നീളം കൂട്ടാം. അപ്പോൾ അത് ഒറ്റ ലൈനിൽ തന്നെ അത് വരും. അങ്ങനെ നമുക്ക് ആവശ്യമായ എഡിറ്റിങ് വരുത്താൻ പറ്റും. നമുക്ക് ഈ ഇമേജിനെ മാറ്റണം എന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മൾ എന്താ മാറ്റി, ടെക്സ്റ്റ് മാറ്റിയില്ലേ. ഇനിയിപ്പോൾ ഈ ഇമേജ് അല്ല നമുക്ക് ആവശ്യമെങ്കിൽ ഈ ഇമേജ് സെലക്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതെങ്ങനെ ചെയ്യാം? നമ്മൾ ഇവിടെ പോയിട്ട് എലമെൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചേഞ്ച് ചെയ്യുന്നത് പഠിച്ചില്ല, ഡിസൈൻ ഒന്നുകൂടി ആഡ് ചെയ്തു. ഇനി അതിൻ്റെ താഴെയുള്ള എലമെൻറ്റാണ് നമ്മൾ പറഞ്ഞു. ഇതിലുള്ള ടെക്സ്റ്റുകൾ, ഇമേജുകൾ, അതുപോലത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഓരോരോ എലമെൻറ്റുകളാണ്. അപ്പോൾ എലമെൻറ്റ് സെലക്ട് ചെയ്തു. എലമെൻറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഷേപ്സ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, AI ജനറേറ്റർ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. അവിടെ ഫോട്ടോസാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ഫോട്ടോസിൻ്റെ അവിടെ സി ആൾന്ന് കൊടുത്തു. അപ്പോൾ ആ ഫോട്ടോസിൻ്റെ ഡീറ്റെയിൽ ഇവിടെ വന്നു. ഉണ്ടോ? ഇനി ഇതിൽ നിന്നൊരു ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്കത് കൊണ്ടുവരാം. നമുക്കിപ്പോൾ ഈ ഫോട്ടോ ആണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ ഈ ഫോട്ടോ ആണ് ഇവിടെ വരേണ്ടതെങ്കിൽ നമ്മൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവരാം. അതായത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ വരും. നമുക്കിതല്ല, ഇത് ഒഴിവാക്കണമെങ്കിൽ സെലക്ട് ആയി നിൽക്കുമ്പോൾ ഇവിടെ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുന്ന് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാം. കണ്ടോ? അപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് തെറ്റിപ്പോയി, നമുക്ക് ഈ ഫോട്ടോസിനാണ് വെക്കേണ്ടതെങ്കിൽ നമ്മളിവിടെ അൺഡു ചെയ്യുക. അതായത് നമ്മൾ ഒരു വർക്ക് ചെയ്ത് പോകുമ്പോൾ തെറ്റിപ്പോയാൽ ഇവിടെ അൺഡു ബട്ടൺ ഉണ്ട് മുകളിൽ, കണ്ടില്ലേ, ബാക്കോട്ട്. അപ്പോൾ അത് ബാക്കിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഈ ചിത്രം ഇവിടേക്ക് കൊണ്ടുവന്നു, ഒന്നുകൂടി കൊണ്ടുവരികയാണ്. അപ്പോൾ 2 ചിത്രം ഇട്ടു. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിയാണല്ലോ അവിടെ ഉള്ളത്. ആ ഒരു ടെക്നിക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് പൊസിഷൻ ചെയ്യാം. വേണ്ട, ഒറ്റ ഇമേജായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇത് രണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ 2 ഇമേജ് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഒറ്റ ഇമേജാക്കി മാറ്റും. ഇങ്ങനെ ഒരൊറ്റ ഇമേജാക്കി മാറ്റാം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് 2 ഇമേജ് വെച്ചു. ആ 2 ഇമേജിന് നമ്മൾ ഇതേപോലെ അലൈൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു ഇമേജ്, 2ാമത്തെ ഇമേജ്. ഇത് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കും. കുറച്ച് അടുത്ത പേജുകളിൽ നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കും. എങ്ങനെയാണ് ഇമേജുകൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്യുക, അതിൻ്റെ ടെക്നിക്ക് നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇമേജ് കൊണ്ടുവന്നത്, ഇത് 2 ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തോടത്ത് 2 ഇമേജ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു വിഷയം വന്നിട്ടുള്ളത്. ഇനി അതല്ല മറ്റൊരു ഇമേജ് ആണെങ്കിലോ നമുക്ക് ഇതേപോലെ ഇതിൽ നിന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്രൗണിൻ്റെ പടമുള്ള ഇമേജുകൾ യൂസ് ചെയ്യരുത്. അത് നമ്മൾ ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഇമേജ് നമ്മൾ യൂസ് ചെയ്താൽ അവിടെ നമുക്ക് അതിന് ഇത് ഔട്ട് എടുക്കുമ്പോൾ ക്യാൻവ എന്നുള്ള രീതിയിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കും. അപ്പോൾ അത് നമ്മൾ പിന്നീട് പറയും. ജസ്റ്റ് നമുക്ക് മറ്റൊരു ഇമേജ് വെച്ച് നോക്കാം. അപ്പോൾ ഈ ഇമേജ് വെച്ച് നോക്കാം. അപ്പോൾ അതിനായി ഈ ഇമേജ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇവിടെയും കൂടി അത് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് മറ്റൊരു ഫ്രെയിമാണ്, ആ ഫ്രെയിമിലേക്ക് അത് കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് ഇതിൻ്റെ ബാലൻസ് ആണുള്ളത്. അപ്പോൾ അതിന് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ നീക്കി വെക്കുന്നു. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്യാൻ ഇവിടെ നമ്മൾ എന്തിനാണ് ചെയ്തത്,
ഇവിടെ എലമെൻറ്റിൽ പോയിട്ടാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. നമ്മൾ എലമെൻറ്റിൽ ഫോട്ടോസാണ് സെലക്ട് ചെയ്തത്. ഇവിടെ ഫോട്ടോസ് നമ്മൾ ബാക്ക് അടിക്കുന്നു. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസ് ഉണ്ട്. ഇതിലേക്ക് വേറെ ഇനിയിപ്പോൾ ഇതല്ല, നമുക്ക് വേറൊരു ഗ്രാഫിക്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഷേപ്സ് കൊണ്ടുവരണം. അപ്പോൾ ഷേപ്സിൻ്റെ അവിടെ എന്ത് ചെയ്യുക, CR അടിച്ചാൽ ഷേപ്സുകൾ, വ്യത്യസ്ത ഷേപ്പുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതല്ല ലൈൻസ് ആണെങ്കിൽ ലൈൻസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ താഴേക്ക് ഗ്രാഫിക്സുകളുണ്ട്, സ്റ്റിക്കേഴ്സുകളുണ്ട്, ഗ്രാഫിക്സ് സ്റ്റിക്കേഴ്സ്, AI ജനറേറ്റർ ഉണ്ട്, ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. ചാർട്ട് വേണമെങ്കിൽ ചാർട്ട് കൊണ്ടുവരാം. ഇവിടെ ചാർട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഏത് ടൈപ്പ് ചാർട്ടാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഐറ്റം 1, നമ്മളിവിടെ ഇതിൻ്റെ പേര് ഐറ്റം 1 ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമ്മളിവിടുന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. സോറി, നമ്മളിവിടെ നേരത്തെ ഒരു ഇത് ക്ലിക്കായപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്ക് അടിക്കാം. തെറ്റിപ്പോയാൽ ഇതേപോലെ ബാക്ക് അടിച്ചാൽ മതി. ബാക്ക് അടിച്ചു. ഇനി നമ്മൾ ചാർട്ട് സെലക്ട് ചെയ്യാണ്. ചാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ ആ ചാർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ വന്ന ഒരു ഒബ്ജക്റ്റിനെ റീസൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, റീസൈസ് ചെയ്യാം. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇതിപ്പോൾ ഏറ്റവും മുകളിലാണുള്ളത്. നമുക്കിത് ഈ ഇമേജിനെ താഴേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ എലമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പൊസിഷൻ ഉണ്ട്. പൊസിഷൻ എന്നുള്ളിടത്ത് ഇവിടെ പൊസിഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നു. ടു ബാക്കിലേക്ക് നമ്മൾ കൊണ്ടുപോയാൽ ഇവിടെയുള്ള ഇതിൻ്റെ ബാക്കിലേക്ക് അത് അലൈൻ ആവും. അതായത് ആദ്യം ഇവിടെ ഈ എഴുത്തിൻ്റെ മുമ്പിലായിരുന്നു ആ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നത്, അത് ബാക്കിലേക്ക് മാറി. അതാണ് നമ്മൾ പൊസിഷൻ ചെയ്യുക എന്ന് പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ 2 പേജ് ഉണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഒരു പേജ്, രണ്ടാമത്തെ പേജ്. ഇനി ഇതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് സേവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഷെയറിൽ പോകുന്നു, ഇവിടെ ഡൗൺലോഡ് അടിക്കുന്നു. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 പേജ് ഉണ്ട് കേട്ടോ, 1, 2. ഇത് രണ്ടും കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് ആൾ എന്നുള്ള ഇത് സെലക്ട് ചെയ്താൽ മതി. ആൾ പേജസ് സെലക്ട് ചെയ്താൽ മതി. ഇനി അതല്ല, നമുക്ക് ഒന്നാമത്തെ പേജ് അത് തന്നെയാണ്, നമുക്ക് രണ്ടാമത്തെ പേജ് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ഡൺ അടിക്കുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ്, ഇതും PNG ആയിട്ടാണ് ഡൗൺലോഡ്. അപ്പോൾ അതിവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞു Ctrl+J അടിച്ചാൽ ഡൗൺലോഡ് ഹിസ്റ്ററി വരും. ഇതിൽ ഇവിടെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതേ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യാം. നെക്സ്റ്റ്, ഇപ്പോൾ ഇതൊക്കെ ഇവിടെ പേര് കൊടുത്തത് എന്താണ്, ഇതിലുള്ള ടെംപ്ലേറ്റിൻ്റെ പേരുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ അത് മാറ്റണമെങ്കിൽ ആ ടെംപ്ലേറ്റിൻ്റെ പേര് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ പോയിട്ട് നമ്മൾ സെലക്ട് ആൾ അടിച്ചു, അതായത് ഇതിൽ ക്ലിക്ക് ചെയ്യുക, Ctrl+A അടിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആയി. അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും മതി കേട്ടോ, കംപ്ലീറ്റ് സെലക്ട് ആക്കാം. എവിടുന്ന് അങ്ങോട്ടാണോ സെലക്ട് ആക്കേണ്ടത് അതുപോലെ അതിലേക്ക് ഡ്രാഗ് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ആൾ Ctrl+A അടിച്ചാൽ കംപ്ലീറ്റ് സെലക്ട് ആയി. അതിനുശേഷം ഇതിനൊരു പേര് കൊടുക്കുക. അവിടെ ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്താൽ അതിൻ്റെ പേര് മാർക്കറ്റിംഗ് എന്നായി. ഈ പോസ്റ്ററിൻ്റെ പേര് മാർക്കറ്റിംഗ് എന്നായി. ഇനി നമ്മൾ ഫസ്റ്റത്തെ നോക്കാം. ഇത് നമ്മൾ സെലക്ട് ചെയ്തു. ഇത് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ വർക്കിൻ്റെ പേരാണ് ഇവിടെ മാറിയത്, മാർക്കറ്റിംഗ് എന്നായി. ഇനി ഇത് നമുക്ക് ഷെയർ ചെയ്തു. ഇത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഡൗൺലോഡ് ഒന്നും കൂടി ചെയ്യുന്നു. ഈ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ആൾ പേജിൻ്റെ കാര്യം പറഞ്ഞു. ആൾ പേജ് സെലക്ട് ചെയ്താൽ ഒന്ന് മാത്രമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഏതാണോ ഇവിടെ ആക്റ്റീവ് ആക്കുന്നത് അത് ഡൗൺലോഡ് ആവും. ഇതല്ല, ഇതാണ് വേണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ആകും. ഇനി ഇത് രണ്ടും കൂടി ഡൗൺലോഡ് ആകണമെങ്കിൽ ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യാം. മുഴുവനായിട്ട് സെലക്ട് ചെയ്യാൻ ഇവിടുന്ന് ഇതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ 10 പേജൊക്കെ ഉണ്ടെങ്കിൽ ഓരോന്ന് സെലക്ട് ചെയ്യേണ്ട ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം.
അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് അടിക്കുക. അപ്പോൾ ഇവിടെ PNG ഫയൽ ടൈപ്പ് നമ്മൾ പറഞ്ഞു. PNG നമ്മൾ ഏത് ഫയൽ ടൈപ്പാണ് വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ PNGയോ JPG ആണ് സെലക്ട് ചെയ്യാൻ നല്ലത്. അതിനുശേഷം ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പേരുണ്ടോ, മാർക്കറ്റിംഗ് എന്നായി. കാരണം നമ്മൾ ആ വർക്ക് ചെയ്യുന്ന ഫയലിൻ്റെ പേര് ചേഞ്ച് ചെയ്തു, ടെംപ്ലേറ്റിൻ്റെ പേര് മാറ്റിയിട്ട് മാർക്കറ്റിംഗ് എന്നാക്കി. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു Ctrl+J അടിക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ഹിസ്റ്ററിയിൽ പോയാൽ ഇവിടെ നമുക്ക് അത് കാണാൻ കഴിയും. അതിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം. നേരത്തെ ഓരോ ഇമേജായിട്ടായതുകൊണ്ട് ഇവിടെ ഇമേജുകളായിട്ടാണ് ഡിസ്പ്ലേ ചെയ്ത്. ഇവിടെ 2 ഇമേജ് ഉള്ളതുകൊണ്ട് അത് 2 കൂടി കൂടിയിട്ട് ഒരു സിപ്പ് ഫയലായിട്ട്, അതായത് കംപ്രസ് ചെയ്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണണമെങ്കിൽ ഈ ഫയലിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എക്സ്ട്രാക്റ്റ് ആൾ ഉണ്ടാവും, എക്സ്ട്രാക്റ്റ് ആൾ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കും എക്സ്ട്രാക്റ്റ് ചെയ്യട്ടെ എന്ന്. ഇവിടെ എക്സ്ട്രാക്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് എക്സ്ട്രാക്റ്റ് ആക്കിയിട്ട് ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പേര് 1 PNG 2 PNG എന്ന് കാണാം. അപ്പോൾ ഇത് നമുക്ക് കാണണമെങ്കിൽ, അതായത് ഈ ഇമേജ് ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ഒരു തംബ്നെയിൽ കാണണമെങ്കിൽ ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ, ഇപ്പോൾ ഇവിടെ ഇതാണുള്ളത്, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് ഇതേപോലെ ഡിസ്പ്ലേ വരും. ഉണ്ടോ, ഇവിടെ പോയാൽ അത് ലിസ്റ്റായിട്ട് കാണിക്കും. ഇത് മാറ്റിയിട്ട് ഇവിടെ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു തംബ്നെയിൽ ഇവിടെ കാണും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുന്നു ഈ ഫോൾഡർ. അതായത് നമ്മളിത് അൺസിപ്പ് ചെയ്തപ്പോൾ മറ്റൊരു ഫോൾഡറായി. ആ ഫോൾഡറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത 2 ഫയലുകളുമുണ്ട്. ആ 2 ഫയലുകളും നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫയലിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് ക്യാൻവൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് അല്ലെങ്കിൽ ഡാഷ്ബോർഡിലേക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ വിൻഡോ ഓപ്പൺ ആയി. അതായത് ഇവിടെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വർക്കിൻ്റെ ഇൻ്റർഫേസും ഉണ്ട്. അപ്പോൾ ഇനി ഇത് വേണ്ട, നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പോയിട്ട് ഇത് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഇൻ്റർഫേസ് ക്ലോസ് ആകും. അല്ല, അപ്പോൾ നമുക്ക് മെയിൻ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. അതിൽ പുതിയ പേജ് ആഡ് ചെയ്യുന്ന ഒരു രീതി പഠിച്ചു. അതോടൊപ്പം അത് ഡൗൺലോഡ് ചെയ്യുന്നത് പഠിച്ചു. ഡൗൺലോഡ് വ്യത്യസ്ത രീതിയിൽ ചെയ്യാമെന്ന് പഠിച്ചു. ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യുന്നത് പഠിച്ചു. ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ എവിടെ ഉണ്ടാവും എന്നുള്ളത് കാണാൻ പഠിച്ചു. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.